പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ മുമ്പാകെ തന്റെ ഒരു വലിയ ആഗ്രഹം വെക്കുകയാണ്. റോമിലെ സഭയിൽ പോകണം. ഈ ആഗ്രഹം തന്റെ ഹൃദയത്തിൽ വന്ന അന്ന് മുതൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, നാളുകൾ പ്രാർത്ഥിച്ചു, വർഷങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വലിയ തടസ്സങ്ങളുണ്ടായി. എന്നാൽ ഒടുവിൽ പൗലോസിന്റെ പ്രാർത്ഥനയെ ദൈവം സാധിപ്പിച്ചു. ഈ ഒരു സബ്ജക്റ്റാണ് നാം തുടർച്ചയായി സംസാരിച്ചു വരുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം നാം സംസാരിച്ചത് പൗലോസ് റോമിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ആ വിശ്വാസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കും നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിനൊരു വിശാലമായ ഹൃദയമുണ്ടാകണം. മറ്റുള്ളവർക്ക് സ്തോത്രം ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം എന്ന് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ സംസാരിച്ചത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. തന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു, റോമിലേക്ക് പോകണം. ആഗ്രഹം നടത്തിത്തരുവാൻ, സഫലീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് ധന്യനായ പൗലോസ് പ്രാർത്ഥിച്ചു. 1-2 ദിവസങ്ങളല്ല, വർഷങ്ങൾ നീണ്ട പ്രാർത്ഥന. അതിന്റെ പിന്നിൽ ദൈവമുമ്പാകെ അഭയയാചന കഴിച്ചു. യാചിച്ചത് നാം കഴിഞ്ഞ രണ്ടാമത്തെ വീഡിയോയിൽ സംസാരിച്ചു. പ്രാർത്ഥനയിൽ ഒത്തിരി തടസ്സമുണ്ടായതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു. എന്തുകൊണ്ടാണ് പൗലോസിന്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ പിശാച് വരുത്തിയത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുവാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ തളർന്നു പോകാതെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് നമ്മൾ സംസാരിക്കാനിടയായി. ഏറ്റവും പുതിയ വീഡിയോ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അപ്പോസ്തലനായ പൗലോസ് റോമിൽ പോകുവാനുള്ള കാരണം, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം, എന്തുദ്ദേശത്തോടെയാണ് താൻ അവിടെ പോകുന്നത്. 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ പൗലോസിനുണ്ടായിരുന്നു. അവരെ ദൈവമുമ്പാകെ സ്ഥിരപ്പെടുത്തണം, ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ ആശ്വാസം പ്രാപിക്കണം, അവരിൽ നിന്ന് ആത്മീകമായ ഫലം പുറപ്പെടണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. ഞാനിത് പറഞ്ഞത് ഈ 3 വീഡിയോയും കാണാത്തവരാണ് ഇന്ന് ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ 3 വീഡിയോയും കാണുവാനും, ഈ ചാനലിൽ അനേക ആത്മീയ പ്രചോദനമായ ദൈവവചനം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും നിശ്ചയമായും അവ മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ വീഡിയോകളൊക്കെ കാണുവാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുവാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുവാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്ത, ഈ നാം ചിന്തിച്ചുകൊണ്ടുവന്ന വിഷയത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് ഞാൻ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. എത്ര താമസിച്ചാലും, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും, എത്ര പ്രതിബന്ധങ്ങൾ ശത്രു ഉയർത്തിയാലും, പ്രാർത്ഥിക്കുന്ന, കരയുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഞാൻ ഈ വീഡിയോയ്ക്ക് ഇടുന്ന ടൈറ്റില് അസാധാരണമായ വഴികളിലൂടെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. 29-30 വാക്യങ്ങൾ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര അതിശയകരമായി ദൈവം പൗലോസിനെ റോമിലെത്തിച്ചു. സ്തോത്രം. എത്തിക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച പൈശാചിക മേഖലകളുടെ നടുവിൽ
വലിയ പ്രതിസന്ധികളുടെ നടുവിൽ സകലത്തെയും അതിജീവിച്ച് തൻ്റെ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്. പ്രാരംഭ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അവിടുന്ന് വാക്ക് പറഞ്ഞിട്ട് മാറുന്ന ദൈവമല്ല. അവിടുന്ന് നമ്മോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അതിന് ഒരു മറുപടി നൽകിയിരിക്കും. സ്തോത്രം. അവിടെ 2 വർഷത്തെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. എത്ര വിശ്വസ്തമായി കർത്താവ് പൗലോസിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് അവിടെ എത്തിച്ചു. പക്ഷെ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെ ആ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു? എപ്രകാരമാണ് പൗലോസ് അവിടെ എത്തിച്ചേർന്നത്? എന്തെല്ലാം കടമ്പകൾ അതിന് പിന്നിൽ കടക്കേണ്ടി വന്നു? വാഗ്ദത്തം പ്രാപിക്കുവാൻ പ്രാർത്ഥനയുടെ മറുപടി അവൻ ലഭിക്കേണ്ടതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്താണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? അതാണ് തുടർന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ടായി. ഒത്തിരി ആശ്ചര്യം തോന്നുവാനിടയായി. ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായി. പ്രിയപ്പെട്ടവരെ, പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ദൈവമുമ്പാകെ പ്രാർത്ഥിച്ചത്, ദൈവമുമ്പാകെ കരഞ്ഞത്, ദൈവമുമ്പാകെ നിലവിളിച്ചത്, റോമിൽ ഒന്ന് പോകണം, അവിടെ ചെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പക്ഷേ ഇതേ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് അസാധാരണമായ വഴികളിലൂടെയാണ്, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ്, അപ്രതീക്ഷിത സമയത്താണ്. ഞാൻ ഇതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി നൽകും, ഉറപ്പായും നൽകും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, അത് അസാധാരണമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ, നിങ്ങൾക്ക് ചിന്തിക്കുവാനോ കണക്ക് കൂട്ടുവാനോ പറ്റാത്തൊരു സമയത്തായിരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പൗലോസ് ഈ വിഷയം പ്രാർത്ഥിച്ചു. നാം കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സംസാരിച്ചതാണ്. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചപ്പോഴൊന്നും അതിന് മറുപടി ലഭിച്ചില്ല. അനേക പ്രാവശ്യം റോമിലേക്ക് പോകുവാൻ താൻ ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ റോമിൽ തനിക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ സമയമല്ല ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക അനുഗ്രഹീതമായ സമയമാണ്. ആ സമയം ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അറിയത്തില്ല. ആ സമയത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മറുപടി ലഭിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരുപക്ഷെ ആളുകൾ പറഞ്ഞേക്കാം, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴാണ് എനിക്കത് ലഭിക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മൾ പറയുന്ന സമയത്ത് തന്നെ മറുപടി ലഭിച്ചെങ്കിലേ ആ മറുപടി ശരിയായ മറുപടി ആവുകയുള്ളൂ. താമസിച്ചാൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ വേദപുസ്തകം പരിശോധിച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ദൈവത്തിന്റെ സമയമാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. പത്രോസ് പറയുക, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഉയർത്തുന്നതിന് തക്ക സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉയർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. തിരുവചനം നമ്മൾ പരിശോധിച്ചാൽ അതാണ് ദൈവത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള സമയം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊണ്ടു. നമുക്കെല്ലാവർക്കും അറിയാം. അവൻ രോഗിയായി കിടക്കുമ്പോൾ തന്നെ യേശുവിന്റെ അടുക്കൽ വാർത്ത എത്തിയതാണ്. പക്ഷേ വചനം വായിക്കുന്നത്, യേശു ആ സ്ഥലത്ത് തന്നെ പാർത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം കഴിഞ്ഞു, 4-ാമത്തെ ദിവസം യേശു ചെല്ലുകയാ. സ്തോത്രം. യേശു അവിടെ ചെല്ലുകയാ. അവന്റെ സഹോദരിമാർ ചോദിക്കുന്നുണ്ട്, മാർത്ത ചോദിക്കുന്നുണ്ട്, ഗുരുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സമയം കഴിഞ്ഞു പോയെന്ന് എല്ലാവരും വിധി എഴുതി. യേശു കല്ലറയ്ക്കൽ നിന്നുകൊണ്ട്, അല്ലെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ പറയുന്നത്, അയ്യോ കർത്താവെ, മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി, നാറ്റം വെച്ചു തുടങ്ങി, ഇത് ഇനി ആരെക്കൊണ്ടും സാധ്യമല്ല, ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ എന്റെ കർത്താവിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ച് 4 ദിവസമായ ലാസറിനെ എന്റെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാ. ലാസറേ, പുറത്തു വരിക.
മരിച്ചവൻ അല്ലേ ഉയർത്തെഴുന്നേറ്റ് വരിക. എൻ്റെ ദൈവത്തിന്റെ സമയമെന്ന് പറയുന്നത് അസാധാരണ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെ പടക് കയറി അക്കരെ പോകുവാൻ പറഞ്ഞു വിട്ടു. സ്തോത്രം. അവർ തണ്ട് വലിച്ച് വലഞ്ഞു. വലിയ പ്രതികൂലമായി. കടൽ ശോഭിച്ചു അല്ലേ, വളരെ പ്രതിസന്ധിയായി. രാത്രിയുടെ 1-ാം യാമത്തിൽ കർത്താവ് വന്നില്ല, 2-ാം യാമത്തിൽ വന്നില്ല, 3-ാം യാമത്തിൽ വന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് വരികയാണ്, കടലിന് മീതെ നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ അവിടുന്ന് വന്ന് അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നതുകൊണ്ട് ഇനി ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. ഇനി എപ്പോഴാണ് എന്നെ വിടുവിക്കുന്നത്, എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയമെന്ന് പറയുന്നത് അത് അസാധാരണ സമയത്താണ്. എല്ലാ പ്രതീക്ഷയും കൈവിടുമ്പോഴാണ്, ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്, ഇനി ദൈവമല്ലാതെ വേറെ ആരും നമ്മളെ സഹായിക്കാൻ ഇല്ല എന്ന ഒരു നിലയിൽ നാം എത്തുമ്പോഴാണ്, 4-ാം യാമത്തിലാണ് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതൊരു അത്ഭുതകരമായ വഴിയാണ്, അസാധാരണമായ വഴിയാണ്, അത് ശ്രേഷ്ഠമായ വഴിയാണ്. ഈ വഴിയിലൂടെയാണ് കർത്താവ് എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. അവന്റെ സമയം അത് തക്ക സമയമാണ്. അവന്റെ സമയം എന്ന് പറയുന്നത് 4-ാം യാമമാണ്. അവന്റെ സമയം എന്ന് പറയുന്നത് അത് ഒരു ശക്തിക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത, എല്ലാവരും നിസ്സഹായരാകുന്ന സമയത്താണ് എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് വർഷങ്ങൾ പ്രാർത്ഥിച്ചു റോമിലേക്ക് പോകണം. അപ്പോഴൊന്നും അത് നടന്നില്ല. അവന്റെ പ്രാർത്ഥനകൾ തടസ്സപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അസാധാരണ സമയത്ത് പ്രവർത്തിച്ചു. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ദൈവം അസാധാരണ സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ റോമിലേക്കുള്ള തന്റെ യാത്രയിൽ അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചത്. സ്തോത്രം. ആ പടികൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ദൈവമേ, ഇങ്ങനെയൊക്കെയാണോ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ, പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ഒരു സംഭവം നടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സംഭവം നടക്കുകയാണ്. 21-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൈസരിയിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അഗബോസ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരികയാണ്. ഈ പ്രവാചകൻ വന്ന്, സ്തോത്രം, അവിടെ ഇങ്ങനെ വായിക്കുന്നു, പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ അഗബോസ് എന്ന് പറയുന്ന ഒരു സാധാരണ പ്രവാചകനല്ല. അന്നത്തെ കാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. ഭൂലോകത്തിലൊക്കെയും മഹാക്ഷാമമുണ്ടെന്ന് പ്രവചിച്ചു. അത് ക്ലൗദിയോസിന്റെ കാലത്ത് നടന്നു എന്ന് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന ഒരു പ്രവാചകൻ വന്ന് ദൂത് പറയുകയാണ്. പൗലോസിനെ അവന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടിയിട്ട് ഇങ്ങനെ പറയുക, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനായ ഈ ശൗലിനെ, ഈ പൗലോസിനെ യഹൂദന്മാർ കൈകാലുകളെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അസാധാരണമായ സാഹചര്യങ്ങൾ വെളിപ്പെടുകയാണ്. ഇതാരെങ്കിലും ചിന്തിക്കുമോ? ഇത് ദൈവം തന്റെ ദാസനെ താൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയിലേക്ക് നയിക്കുകയാണ്. പൗലോസിന് ചിന്തിക്കാൻ കഴിയുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. ഇതൊരു അസാധാരണ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മറുപടി പൗലോസ് ഇപ്രകാരം പറഞ്ഞതായിട്ട് നാം ഇങ്ങനെ വായിക്കുന്നു. 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അതിന് പൗലോസ്,
അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ കരഞ്ഞ് നിലവിളിച്ച് പൗലോസിനോട് പറയുക, പൗലോസേ, നീ യെരൂശലേമിലേക്ക് പോകരുത്. നീ യെരൂശലേമിലേക്ക് പോയാൽ ഈ പ്രവാചകൻ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞതുപോലെ തന്നെ നിന്റെ കൈകാലുകളെ കെട്ടി നിന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ പോകരുത്. വലിയ പ്രതിസന്ധി നിനക്ക് വിരോധമായി ഇവിടെ വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് നാം വായിക്കുന്നത്. 21-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 21-13-14 വാക്യം. പൗലോസ് ഇങ്ങനെ പറയുകയാണ്, അതിനെ പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതെയിരുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ ആ ദൂതിന് മുമ്പിൽ ദൂത് കേട്ടിട്ട് ആളുകൾ പറഞ്ഞു, പൗലോസേ, നീ പോകരുത്, നീ പോകരുതെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞിട്ടും പൗലോസ് പറയുക, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം തകർക്കുന്നത് എന്ത്? ഞാൻ യെരൂശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ്. ഓ, എത്ര വലിയ തീരുമാനമാണ്! ഞാൻ ഈ വാക്യം സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ പോകരുതെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം, പല ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ആത്മാവ് പറഞ്ഞിട്ടും കേൾക്കാതെ പൗലോസ് പോയി. പരിശുദ്ധാത്മാവിനോട് മറുതലിപ്പ് കാണിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം കേൾക്കാതെ പിന്നെയും പോയി. ആളുകൾ പറഞ്ഞു എന്നുള്ളത് സത്യമാ. അവിടെ നിന്ന് കൂടി നിന്ന് പൗലോസിനെ സ്നേഹിക്കുന്ന അനേകർ കരഞ്ഞു പറഞ്ഞു, പൗലോസേ, നീ പോകരുത്. കാരണം നിനക്കവിടെ വലിയ പ്രതിസന്ധി വരും, നിനക്കവിടെ വലിയ പ്രശ്നം വരും. യെരൂശലേമിൽ വെച്ച് നീ കെട്ടപ്പെടും. പരിശുദ്ധാത്മാവ് പോകരുതെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആ ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അല്ല അവൻ നോക്കുന്നത്, അവിടെ പ്രതികൂലമുണ്ടോ എന്നുള്ളതല്ല. ദൈവം അവൻ എന്നെ വിളിച്ചിരിക്കുന്നത് അവന്റെ നാമം ഘോഷിക്കുവാൻ വേണ്ടിയാണ്. അത് യെരൂശലേമിലാകട്ടെ, യഹൂദയിലാകട്ടെ, അതങ്ങ് റോമിലാകട്ടെ, അവിടുത്തെ നിയോഗം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കഷ്ടം വരുമെന്നത് കൊണ്ട് അവിടെ പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോകും. അവൻ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാളുകളായിട്ടുള്ള പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ചില അസാധാരണ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം അതിന് അനുവാദം കൊടുക്കുന്നുവെങ്കിൽ, സ്തോത്രം, ദൈവഹിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലാണ് നിങ്ങളെങ്കിൽ, കഷ്ടതകളെ പേടിച്ച് പ്രതികൂലങ്ങളെ പേടിച്ച് ദൈവവഴിയിൽ നടക്കാൻ മടിച്ചാൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയിൽ നിങ്ങൾ എത്തുകയില്ല. ഇന്ന് പകൽ ആ ദൂതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമേ. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ചില നന്മയിലേക്കും ചില അനുഗ്രഹങ്ങളിലേക്കും പോകുന്നതിന്, ചില പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് പോകുന്നതിന് ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ചില പ്രതികൂലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം. സ്തോത്രം, ദൈവഹിതപ്രകാരം ആ പ്രതികൂലങ്ങൾ, ആ പ്രശ്നങ്ങൾ സഹിക്കുവാൻ നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനിച്ചാൽ, മനസ്സ് വെച്ചാൽ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയിൽ എത്തിച്ചേരുക. ദൈവഹിതത്തിൽ നിങ്ങൾ എത്തിച്ചേരുക. നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടി നിങ്ങൾ കാണുവാനിടയായിത്തീരും. സ്തോത്രം. ഒരു കഷ്ടതയില്ലാതെ, ഒരു പ്രതിസന്ധിയില്ലാതെ ഒരു അനുഗ്രഹമില്ല. സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതകൾ അവൻ അനുഭവിക്കേണ്ടിയ ജീവിതമാണ്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട ജീവിതമാണെന്ന് ആമൻ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇന്ന് നമ്മുടെ കാലത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പ്രതികൂലമുണ്ട്, നാളെ ഒരു പ്രതിസന്ധി വരുമെന്ന് അറിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഉപവാസം തുടങ്ങും, പ്രാർത്ഥന തുടങ്ങും. പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, പ്രശ്നമുണ്ട്. എന്തിനാണെന്നറിയോ പ്രാർത്ഥിക്കുന്നത്? ആ പ്രശ്നം അങ്ങ് മാറണം, ആ പ്രതിസന്ധി അങ്ങ് മാറണം. അത് മാറാൻ വേണ്ടി നമ്മൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, നിലവിളിക്കും. പക്ഷേ പൗലോസ് അതൊന്നും ചെയ്തില്ല. പൗലോസിനറിയാം, തമ്പുരാൻ അനുവദിക്കാതെ എന്റെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴില്ല. സ്തോത്രം. ദൈവം അനുവദിക്കാതെ ആരും എനിക്ക് വിരോധമായി നിൽക്കില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
അവൻ ഒരാത്മീകൻ ഉറപ്പുണ്ടായിരിക്കണം. ദൈവം അവനെ സംരക്ഷിക്കുന്ന ദൈവമാണ്, അവന്റെ വഴികളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, അവന്റെ പാതകളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് യെരുശലേമിലേക്ക് പോകുക, നോക്കിയേ, റോമിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം അസാധാരണമായ സംഭവങ്ങൾ ഒരുക്കുകയാ. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തിന്മ നൽകുന്ന ദൈവമാണോ? ഒരിക്കലുമല്ല. ദൈവം തിന്മകൾ ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിന് തിന്മ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവം തിന്മകളെ അനുവദിക്കും. വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. പക്ഷേ ദോഷങ്ങൾക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവാദം കൊടുക്കാറുണ്ട്, ദൈവത്തിന്റെ പെർമിഷൻ കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അല്ലെ, എന്ത് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ വരുത്തിയാലും സ്തോത്രം, ദൈവം അത് അനുവദിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം, അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, അത് നിങ്ങളുടെ നാശത്തിനല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിനല്ല. അതിന് പിന്നിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് അനുവദിച്ചത് ദൈവമാണെങ്കിൽ, കഷ്ടതകൾക്ക് അനുവാദം കൊടുത്തെങ്കിൽ, തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ അനുവാദം കൊടുത്തെങ്കിൽ, സ്തോത്രം, അതിനുമേൽ ഒരു വലിയ ജയം തരുവാനും അത് പിന്നീട് നന്മയ്ക്കാക്കി വ്യാപരിക്കുവാനും ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തെറ്റായ സാഹചര്യങ്ങൾ, അവസ്ഥകൾ ദൈവം അനുവദിക്കുകയാണ്. സ്തോത്രം. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, യെരുശലേമിൽ പൗലോസ് എത്തുകയും അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം യഹൂദന്മാർ വരികയാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സ്തോത്രം. ജനക്കൂട്ടം ഇളകി വരികയാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. പൗലോസ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുകയാണ്. സ്തോത്രം. 21-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി. അവിടെ സഹസ്രാധിപൻ വന്ന് പൗലോസിനെ ചങ്ങല വെക്കുകയാണ്. നോക്കിയേ, അസാധാരണ സാഹചര്യം. റോമിലേക്ക് താൻ പോകാൻ ആഗ്രഹിച്ചത് ചങ്ങലയിടപ്പെട്ട് ഒരു തടവുകാരനായിട്ട് പോകാനല്ല പൗലോസ് പ്രാർത്ഥിച്ചത്, അതല്ല പൗലോസ് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവമിത അസാധാരണമായ സാഹചര്യം ഒരുക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന നിലയിലല്ല, പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുന്നത് പോലെയല്ല ചിലപ്പോൾ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, ഇതിനകത്തൂടെ എങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കും, ഞാൻ വളരെ പ്രതിസന്ധിയിലാണ്, ഞാൻ ഇന്ന് ഒന്ന് മിണ്ടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്, എനിക്കൊന്ന് തിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്, ഞാൻ കെട്ടപ്പെട്ടവളെ പോലെ ഇപ്പോൾ കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ മറുപടി തരും, ഈ സാഹചര്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി എപ്രകാരം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ ഇന്ന് പകൽ ഓർത്തോണം, ദൈവം അസാധാരണ സാഹചര്യങ്ങളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. സാഹചര്യങ്ങളെ ഓർത്ത് നെടുവീർപ്പെടണ്ട. സാഹചര്യങ്ങൾ പ്രതികൂലമായതിന്റെ പേരിൽ ദൈവപ്രവൃത്തി നടക്കുമോ എന്ന് നിങ്ങൾ ഇന്ന് പകൽ ഭാരപ്പെടണ്ട. സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിച്ചാരാധിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കണം. സാഹചര്യങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. സാഹചര്യങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളോട് വാക്കു പറഞ്ഞ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. സാഹചര്യങ്ങളെ അല്ല നിങ്ങൾ നോക്കേണ്ടത്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. തികച്ചും അസാധാരണമായ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ. സ്തോത്രം. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, പൗലോസിനെ വിസ്താരത്തിനായി കൊണ്ടുപോവുകയാണ്. ഒരു തടവുപുള്ളിയെ, ഒരു വിചാരണ തടവുകാരൻ എന്ന നിലയിൽ അവിടുത്തെ ദേശാധിപതികളുടെ മുമ്പിലൊക്കെ വിസ്താരത്തിന് നിൽക്കുന്ന പൗലോസ്ലീഹ, സ്തോത്രം, ഒരു പ്രാർത്ഥനയുടെ മറുപടി സംഭവിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെ മറുപടി സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റും? സ്തോത്രം. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾക്കൊരിക്കലും ഇത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾ ദൈവഹിതത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. വിരോധമായി പലരും നിൽപ്പുണ്ട്, പ്രതിസന്ധിയുള്ള സാഹചര്യങ്ങളാണ്, ചങ്ങലയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒന്നും തിരിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ്, സ്വാതന്ത്ര്യമില്ലായ്മയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും അതിന്റെ നടുവിലും പരിശുദ്ധ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം വെളിപ്പെടുകയാണ്. സാഹചര്യങ്ങളല്ല, സാഹചര്യങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ് വിഷയം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അവരിലാണ്. സാഹചര്യങ്ങൾ അനുകൂലമാവുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. നോക്കണേ, ദേശാധിപതിയായ ഫെലിക്സിന് മുമ്പിൽ വിസ്താരത്തിന് നിൽക്കുകയാണ്. ഈ ഫെലിക്സിന്റെ കാര്യം നമ്മൾ വായിച്ചാൽ ഈ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ളവനായിരുന്നു. 24-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്താമെന്ന് പറഞ്ഞ് കേസ് അവധിക്ക് വെച്ചു. നോക്കണേ, സ്തോത്രം, ആ കേസ് അവധിക്ക് വെച്ചു. സ്തോത്രം. പൗലോസ് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, സ്തോത്രം, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെ സംഭവിക്കും? ഇതെന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരുപക്ഷെ പൗലോസ് ആത്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന ഒരു അഭിഷിക്തനാണ്. ഒരുപക്ഷെ പൗലോസിന് ഈ രഹസ്യങ്ങൾ അറിയാമായിരുന്നിരിക്കാം. പക്ഷെ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും അറിയില്ല എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണ് എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പോയാൽ എങ്ങനെ ദൈവികമായ അനുഗ്രഹത്തിലേക്ക് എത്തും? ഇങ്ങനെ ഞാൻ പോയാൽ ഞാൻ എങ്ങനെ എന്റെ പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് എത്തും? സ്തോത്രം. ഇതാ തുടർന്ന് ഈ പറയുന്ന ഫെലിക്സ് 2 വർഷം പൗലോസിനെ കൈസരിയിൽ തടവുകാരനായി ഇട്ടു പോവുകയാണ്. 2 വർഷം കൈസരിയിൽ പൗലോസ് തടവിൽ കിടക്കുക. പ്രിയപ്പെട്ടവരെ, അസാധാരണ സാഹചര്യം. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയാണ്. സ്തോത്രം. ചങ്ങലയാൽ കെട്ടപ്പെട്ടു. സ്തോത്രം. വിസ്താരത്തിലായി. ഇപ്പോഴിതാ തടവറയിൽ കിടക്കുകയാണ്. 2 വർഷം. നാം ഇങ്ങനെ അത് വായിക്കുന്നു. 27-ാം വാക്യം: 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവഴിയായി പൊർക്കിയോസ് ഫസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. അനീതിയുള്ള ആ ഭരണാധികാരി നിമിത്തം 2 വർഷം പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, സ്തോത്രം, കാരണമില്ലാതെ നിങ്ങൾ ശുശ്രൂഷയിലൊന്നും മുന്നേറുവാൻ കഴിയാതെ, ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ, ആരുടെയൊക്കെയോ തീരുമാനങ്ങൾ നിമിത്തം, ആരുടെയൊക്കെ ഇടപെടൽ നിമിത്തം ജീവിതം പാഴായിപ്പോയോ, കാലങ്ങൾ കടന്നുപോയോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട, സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടണ്ട. സാഹചര്യങ്ങൾക്കപ്പുറമായി ആമൻ പ്രവർത്തിക്കും. ഇന്നത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നാളത്തെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തപ്പോൾ അത് പൗലോസ് ആഗ്രഹിച്ച സമയത്തല്ല, തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ദൈവം മറുപടി കൊടുത്തത്. അതുപോലെ പൗലോസിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തപ്പോൾ രണ്ടാമതായി നാം ചിന്തിച്ചത് അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടത്തിവിട്ടാണ് പൗലോസിന് ദൈവം മറുപടി കൊടുത്തത്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ, അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ പൗലോസിന്റെ ജീവിതത്തിൽ അനുവദിച്ചു. ആ സാഹചര്യങ്ങളിലൂടെയാണ് പൗലോസിന് ദൈവം മറുപടി കൊടുത്തത്. മൂന്നാമത്തെ വിഷയം, പൗലോസിന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത് അപ്രതീക്ഷിതമായി ദൈവമില്ലാത്ത അനീതിയുള്ള മനുഷ്യരിലൂടെയാണ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപാടിലൂടെയാണ് പൗലോസിന് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത്. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് ജാതികളുടെ കയ്യിൽ താൻ ഏൽപ്പിക്കപ്പെട്ടു. ദൈവത്തെ വിളിക്കാത്ത അനീതിയുള്ള ജാതികളാൽ താൻ നയിക്കപ്പെടാനിടയായി. അത്തരമൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും? പ്രൈസ് ദി ലോർഡ്. നാം വായിച്ചതുപോലെ ആദ്യമായി താൻ യെരുശലേമിലെ യഹൂദന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അല്ലെ, തീവ്ര വിശ്വാസികളായ അവർ പൗലോസിനെ പിടിച്ചു കെട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിച്ചു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി വരികയാ. ദുഷ്ടന്മാരായ ചില മനുഷ്യരുടെ കയ്യിൽ താൻ ഏൽപ്പിക്കപ്പെടുകയാ. ദൈവമില്ലാത്ത മനുഷ്യരുടെ കയ്യാൽ താൻ ഏൽപ്പിക്കപ്പെടുകയാണ്.
അവിടെ നിന്ന് വിസ്താരത്തിലേക്ക് അനേക രാജാക്കന്മാർ, ദേശാധിപതിമാർ തന്നെ വിസ്തരിച്ചു. എല്ലാം ഞാൻ പറയുന്നില്ല. അതിലൊരാളെ കാര്യം നമ്മൾ സംസാരിച്ചു, ഫെലിക്സിനെ കുറിച്ച്. ഇത്രയും അനീതിയുള്ള ഒരു മനുഷ്യൻ, നാം നേരത്തെ വായിച്ചതുപോലെ ഈ മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മമായ എല്ലാ അറിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും, പൗലോസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഉറപ്പുണ്ടായിട്ടും, യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവിൽ വിട്ടേച്ചുപോയി. 2 വർഷം ഫെലിക്സിന്റെ ഉത്തരവാദിത്വമില്ലാത്ത അനീതിയുള്ള പ്രവൃത്തി നിമിത്തം പൗലോസിന് തടവിൽ കിടക്കേണ്ടി വന്നു. മാത്രമല്ല, പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് കരുതി പലപ്പോഴും വിളിച്ച് സംസാരിച്ച മനുഷ്യൻ. നോക്കണേ, അനീതിയുള്ള ദൈവമില്ലാത്ത മനുഷ്യരുടെ കയ്യിൽ പൗലോസിന്റെ ജീവിതം ഇങ്ങനെ പോവുകയാണ്. ഇതിന് നടുവിൽ എങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടും? പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ദൈവം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ആയിരിക്കുന്ന ചുറ്റുപാടുകൾ, നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നേറാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കുകയില്ല, മേഖലയിലായിരിക്കില്ല നിങ്ങളുടെ ജീവിതം. ആരൊക്കെയോ നിയന്ത്രിക്കുന്ന, ആരുടെയൊക്കെയോ ചട്ടക്കൂടിന്റെ അകത്ത് നിൽക്കേണ്ട ചില അനുഭവത്തിലാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാനിടയായിത്തീരും. എന്നാൽ ഈ ദൈവമില്ലാത്ത അനീതിയുള്ള മനുഷ്യരുടെ നടുവിലും ദൈവം ചിലരെ പൗലോസിന് അനുകൂലമായി വെളിപ്പെടുത്തിയതും അനുകൂലമായി ഒരുക്കിയതും ഈ ഘട്ടത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതിലൊരാളെന്ന് പറയുന്നത് സഹസ്രാധിപനാണ്. സഹസ്രാധിപനെ കുറിച്ച് നമ്മൾ 27-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സഹസ്രാധിപനായ യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതന്മാരെ കാണാൻ അനുവാദം കൊടുത്തു. നോക്കണേ, വിജാതീയനായ റോമാക്കാരനായ സഹസ്രാധിപനായ യൂലിയാസ് പൗലോസിനോട് ദയ കാണിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമായി വ്യക്തികളെ ഒരുക്കുന്ന ദൈവമാണ്. ഏത് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തിടത്തും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് വായിക്കുന്നത്, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് മെലീത്തയിൽ ചെന്നു. അവിടെ ചെന്ന് പൗലോസിന്റെ മേൽ പൗലോസിന് വലിയൊരു പ്രതിസന്ധി വന്ന് നമ്മൾ സംസാരിച്ചതാണ്. അണലി തന്റെ കൈമേൽ ചുറ്റി. സ്തോത്രം. മരിച്ചു വീഴുമെന്ന് കരുതി പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുത്തെ ബർബരന്മാര് പറയുകയാണ്, ഈ മനുഷ്യനൊരു കൊലപാതകൻ. സംശയം, കടലിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടു വന്നിട്ടും നീതി ദേവത ഇവനെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് അവര് പൗലോസിനെതിരെ ആർഗ്യുമെന്റ് വാദങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ, അവനിപ്പോൾ ചാവുമെന്ന് വിചാരിച്ചവരുടെ നടുവിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർ മനസ്സു മാറുകയാണ്. അവൻ ഒരു ദേവനെന്ന് അവര് പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറ്റം പറയുന്നവരെ കൊണ്ട്, ശപിച്ചവരെ കൊണ്ട് തന്നെ അനുകൂലമായി ദൈവം പറയിപ്പിക്കുക. ജാതീയ മണ്ഡലത്തില് ദൈവം പ്രവർത്തിക്കുക. ഇന്ന് പകൽ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലല്ല, പ്രതീക്ഷിക്കുന്ന വ്യക്തികളിലൂടെ അല്ല കാര്യങ്ങൾ അനുകൂലമാകുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിന് നിങ്ങളായിരിക്കുന്ന ഏതു മേഖലയിലും വിശ്വസ്തയോടെ നിന്നാൽ കർത്താവ് കാര്യങ്ങളെ അനുകൂലമാക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? നമ്മൾ വായിക്കുന്നത്, ആ സ്ഥലത്ത് സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്തു 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തുവെന്ന് ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ലൂക്കോസ് എഴുതുകയാണ്. പൗലോസ് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി. സ്തോത്രം. ആ പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടന്നു. അവന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകുകയാണ്. ആ സൗഖ്യത്തിന്റെ വാർത്തയറിഞ്ഞ് ആ ദ്വീപിലുള്ള നിവാസികൾ ഓടിക്കൂടി വരികയാണ്. മറ്റു പല ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് എന്തും സംഭവിച്ചു? അവരവിടുന്ന് തിരികെ പുറപ്പെടുമ്പോൾ ആ ദ്വീപ് നിവാസികൾ അവരുടെ കപ്പലിലേക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും കയറ്റി അവരെ ആദരവോടെ യാത്ര അയക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ തെറ്റായ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വെളിപ്പെടുമെന്നും, തെറ്റായ ജീവിത സാഹചര്യങ്ങൾ, തിന്മ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും, അപ്പോൾ തന്നെ ദൈവമില്ലാത്ത അനീതിയുള്ള മനുഷ്യരുടെ കയ്യിൽ നാം ഏൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും
അവരുടെ നിയമത്തിനും അവരുടെ കാര്യങ്ങൾക്കുമൊക്കെ വിധേയപ്പെട്ട് കഴിയേണ്ടി വന്നാലും അതിന് നടുവിലും അനുകൂലമായി ചിലരെ ദൈവം ഉയർത്തുമെന്നും ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുവാനിടയാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നത് ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം സഹിച്ച് സ്തോത്രം തെറ്റായ മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങളുടെയും ഒക്കെ ഫലമായി കഷ്ടതകളിലൂടെ കടന്നുപോയെങ്കിലും ഏറ്റവും ഒടുവിൽ പൗലോസ് എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ കർത്താവ് പറഞ്ഞ അവനോട് പറഞ്ഞ അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയിൽ അവനെ എത്തിച്ചു. അതാണ് നമ്മൾ വായിച്ചത്. പൗലോസ് റോമിൽ എത്തിച്ചേരുവാനിടയായി. സ്തോത്രം 28 അധ്യായത്തിന്റെ 16 വാക്യം, അവൻ സ്തോത്രം റോമിൽ എത്തി. നമ്മളിങ്ങനെയാണ് അതിന്റെ 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. സ്തോത്രം, എത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആ മണ്ഡലങ്ങളുടെ നടുവിൽ ഞങ്ങൾ റോമയിലെത്തി. വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യാപുരവും ത്രിപണ്ഡവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവരെ കാണുവാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചതാ. നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പൗലോസ് പറയുക. അതേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തക്ക സമയത്ത് പൗലോസിനെ അവിടെ എത്തി. അതാണ് നാം പിന്നീട് വായിച്ചത്. റോമിൽ പൗലോസിന് താമസിക്കുവാൻ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി. 2 വർഷം അവിടെ വിഘ്നം കൂടാതെ ദൈവവചനം പ്രസംഗിക്കുവാന്, ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്കു പറഞ്ഞിട്ട് മാറാത്ത ദൈവം, ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ സമയം നിങ്ങൾ വിചാരിക്കുന്ന സമയത്തല്ലെങ്കിലും തെറ്റായ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകേണ്ടി വന്നെന്ന് പറഞ്ഞാൽ, തെറ്റായ മനുഷ്യരുടെ ഇടപാടുകൾ നിങ്ങളുടെ വാഗ്ദത്തത്തിന് വിലങ്ങുതടിയാകുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായാലും ഒടുവിൽ നിങ്ങളുടെ വാഗ്ദത്തത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയിൽ ദൈവം നിങ്ങളെ എത്തിക്കും, നിശ്ചയമായും എത്തിക്കും. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് ചാരാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസനാകുന്ന പൗലോസ് റോമിൽ എത്തിച്ചേരുവാൻ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം തൻ്റെ ദാസന്റെ പ്രാർത്ഥന കേട്ടു. എന്നാൽ പൗലോസ് വിചാരിച്ച സമയത്തല്ല, അവൻ കണക്ക് കൂട്ടിയ സമയത്തല്ല, ആഗ്രഹിച്ച സമയത്തല്ല, അങ്ങയുടെ സമയത്ത് അവിടുത്തെ ദാസനെ അവിടെ എത്തിച്ചു. കർത്താവെ, പ്രതീക്ഷിച്ച സാഹചര്യത്തിലൂടെയല്ല, അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, എന്നാൽ അതിന് നടുവിലും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ട് പ്രാണന് ദോഷം ഭവിക്കാതെ അവിടുത്തെ ദാസനെ അങ്ങ് അവിടുത്തെ ദാസന്റെ പ്രാർത്ഥന പോലെ റോമിൽ എത്തിച്ചല്ലോ. കർത്താവെ, അപ്രതീക്ഷിതരായ മനുഷ്യരെ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യരെ, സ്തോത്ര ദൈവമില്ലാത്ത മനുഷ്യരെ, നീതിമാൻ അനീതിയുള്ളവരെ, അധികാരസ്ഥന്മാര്, അവരുടെയൊക്കെ തീരുമാനങ്ങളെയൊക്കെ അനുസരിക്കേണ്ട, വിധേയപ്പെട്ടു പോകേണ്ടി വന്നെങ്കിലും ആ തീരുമാനങ്ങളെയൊക്കെ അനുകൂലമാക്കി, ആ മനുഷ്യരുടെയൊക്കെ അവരുടെയൊക്കെ തീരുമാനങ്ങളെ അനുകൂലമാക്കിയെടുത്ത് തന്റെ ദാസനെ പ്രാർത്ഥനയുടെ മറുപടിയിൽ എത്തിച്ച ദൈവം ഇന്ന് ഞങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള്, ഞങ്ങളുടെ വാഗ്ദത്തങ്ങള്, കർത്താവേ, അത് അങ്ങയുടെ സമയത്ത് നിവൃത്തിയാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അതിന് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകണമെങ്കിൽ കടന്നു പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സഹിക്കുവാൻ, ദൈവകൃപ ആസ്വദിക്കുവാൻ കൃപ നൽകണമേ. സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ അങ്ങയുടെ ജനത്തിനും നൽകണമേ. കർത്താവേ, മനുഷ്യരുടെ വാക്ക് കേട്ട് ക്ഷീണിച്ചു പോകാതെ, അവരുടെ തെറ്റായ തീരുമാനങ്ങളിൽ തകർന്നു പോകാതെ, കർത്താവേ, ഇതിനെല്ലാം മുകളിൽ, ഏതു മനുഷ്യന് മുകളിലും, ഏത് അധികാരസ്ഥന് മുകളിലും, ഏത് ഭരണാധിപന് മുകളിലും ഭരിക്കുന്ന ഒരു ഉന്നതനായ ദൈവം ഞങ്ങൾക്കുണ്ടെന്നും അന്തിമ വിധി പുറപ്പെടുന്നത് അങ്ങയിൽ നിന്നാണെന്നും വിശ്വസിച്ച് കർത്താവേ, ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. പ്രാർത്ഥനയുടെ മറുപടികളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും എത്തിക്കണമേ. യേശുക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.